ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഒരു ചോദ്യമുണ്ട്. ഈ ദേവൻ്റെ അനുജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. നമുക്കറിയാം, ഇത് ഓരോ സന്ദർഭത്തിൽ വരുന്ന ചോദ്യമാണ്. ആ ചോദ്യകർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുമായി നേരിട്ട് ബന്ധമുള്ളതല്ല, എങ്കിലും ഞാൻ സത്യസന്ധമായി അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന്. ചോദ്യം നല്ലത് തന്നെ, സന്ദർഭോചിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ദേവൻ്റെ അനുജ്ഞ, അനുമതി എന്ന് പറയുന്നത് ഈശ്വരൻ ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങളിലൊക്കെയാണ് ഇത് വരുന്നത്. ക്ഷേത്രകാര്യങ്ങളിൽ മാത്രമല്ല, അല്ലാതെ ഉണ്ട് പറയാം. ഇപ്പോൾ ക്ഷേത്രത്തിലെ തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിൽ അനുബന്ധമായി നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പതിവ് കാര്യങ്ങളല്ല. ഇപ്പോൾ പൂജയിലെ സമയക്രമത്തിനൊരു മാറ്റം, അതുപോലെ നൈവേദ്യാദികളിലുള്ള മാറ്റം, ഈ പറഞ്ഞ അറ്റകുറ്റപ്പണികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. ബിംബം മാറ്റുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ദേവൻ്റെ അനുജ്ഞ വാങ്ങുക എന്നുള്ളൊരു തന്ത്രശാസ്ത്രത്തിൽ അത് വിധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈശ്വരൻ്റെ അടുത്ത് പോയി ചോദിക്കുക, അങ്ങനെ ഈശ്വരൻ്റെ ഇപ്പോൾ അയ്യപ്പനാണ് ഉദാഹരണം പറയുന്നതെങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹം തന്ത്രിയോട് പോയി ചെയ്തോ എന്ന് സമ്മതം മൂളുന്നു എന്നുള്ളതല്ല. അങ്ങനെയല്ല അത് പറഞ്ഞിട്ടുള്ളത്. അതാരാണ്? തന്ത്രി തന്നെ പറയുന്നതിനെയാണ് അനുജ്ഞ എന്ന് പറയുക. തന്ത്രിയാണ് അതിൻ്റെ ഒരു ഇതിൽപ്പെട്ട ആൾ. അപ്പോൾ അതേപോലെ പ്രധാനപ്പെട്ട പൂജാരി എന്തെങ്കിലും സ്വപ്നം കാണുന്നു. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ചില ലക്ഷണങ്ങൾ കാണുന്നു. അപശകുനങ്ങൾ എന്ന് പറയുന്ന ചിലതൊക്കെ കാണുന്നു. അപ്പോഴൊക്കെ ഈ അനുജ്ഞയ്ക്ക് അനുബന്ധമായി വരുന്നതാണ് ഈ ദേവപ്രശ്നം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അത് ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം പ്രധാനമായിട്ട് ഇത് ഈശ്വരൻ അങ്ങനെ എങ്ങനെയാണ്, അത് അശരീരി പോലെയാണോ അത് മനസ്സിലാക്കേണ്ടത്? നമ്മളിപ്പോൾ ഈ കംസൻ്റെ ചോദ്യകർത്താവ് തന്നെ ഇതാണ് ചോദിച്ചത്. കംസൻ കൊല്ലപ്പെടുമെന്ന് ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്ന അശരീരി കേട്ടു, അതുപോലെയാണോ എന്നുള്ളതാണ്. അല്ല, അതുപോലെയല്ല. അശരീരിയും എന്താണ്? ശരീരത്തിൽ നിന്നുള്ളതല്ല, ശരീരത്തിൽ നിന്നുള്ള ഒരു സംഭാഷണമല്ല. അതിന് ആഴത്തിലുള്ള എന്താ പറയുക, മാനങ്ങളുണ്ട്, ആത്മീയ മാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയും അനുജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സമ്മതപത്രം തന്നെയാണ്. ആ സമ്മതം എപ്പോഴും എല്ലാറ്റിനും മറ്റൊന്നിനും ബുദ്ധിമുട്ടുള്ളതാകാത്ത വിധത്തിലുള്ളതായിരിക്കണം. അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇതുപോലെ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യണം, അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനൊരു ശരി തുടങ്ങാം എന്നുള്ളത് ഇങ്ങനെ വരുന്നില്ല. നാളെ ആവാം, അല്ലെങ്കിൽ നോക്കട്ടെ, ഒന്നുകൂടെ ഈ ഉള്ളിൽ നിന്നുള്ള ഒരു തള്ളലുണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് അങ്ങോട്ട് മുന്നിട്ട് ഇറങ്ങുന്നു. ഇതൊക്കെ അനുജ്ഞയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രംഗത്ത്, അവരുടെ കർമ്മരംഗത്ത് ഈ അനുജ്ഞ, അനുവാദം ഒരു സൂക്ഷ്മമായ തലത്തിൽ നടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നുള്ള അത്രയേ ഉള്ളൂ. തന്ത്രശാസ്ത്രത്തിൽ വരുമ്പോൾ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈശ്വരൻ ഒരു അശരീരി രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നതല്ല. ശരി, നമുക്ക് ഉപനിഷത്തിലേക്ക്, കഠോപനിഷത്തിലേക്ക് അതിൻ്റെ 1ാമത്തെ വല്ലി പരിസമാപിച്ചു. 2ാം വല്ലിയിൽ, 1ാം വല്ലി അവസാനിക്കുന്നത് തന്നെ നചികേതസിനെ യമധർമ്മൻ നചികേതസിൻ്റെ യശസ്സിനെ, ആ നചികേതസ് എടുത്ത തീരുമാനത്തെ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ടാണ്.
ഹേ നചികേതസേ ശ്രേയശ്ച പ്രയശ്ച മനുഷ്യമേതഃ തൗ സംഭരീത്യ വിവിനക്തി ധീരഃ ശ്രേയോ ഹി ധീരോഭിപ്രയസോ വൃണീതേ പ്രയോ മന്ദോ യോഗക്ഷേമാത് വൃണീതേ. മന്ദന്മാർ, മൂഢബുദ്ധികൾ എന്തു ചെയ്യുന്നു? പ്രയസിനെ വരിക്കുന്നു, താത്കാലികമായ നേട്ടങ്ങളെ. ആ പ്രയസിൻ്റെ ഭാഗത്തുള്ളതാണ് അധികാരം, യശസ്, കീർത്തി, ഈ സമ്പത്ത്, ധനം, വസ്തുവകകൾ ഇത്യാദികളൊക്കെ. അതിൻ്റെ പിറകെ ഓടുന്നു ഒരു കൂട്ടർ. എന്നാൽ മറ്റൊരു കൂട്ടരോ ശ്രേയസ്സിനെ, സ്വാതന്ത്ര്യത്തെ, മോക്ഷത്തെ, സമാധാനത്തെ, ആനന്ദത്തെ, അതിനെ കാക്ഷിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ, അതിനവർ ജീവിതത്തിൽ പ്രാമുഖ്യം നൽകുന്നു. അല്ലയോ നചികേതസേ, നീ അതിനാണല്ലോ പ്രാധാന്യം നൽകിയത്, അതുകൊണ്ട് നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞ് മൂന്നാമത്തെ മന്ത്രത്തിൽ, ആ മൂന്നാമത്തെ മന്ത്രം വരെ നമ്മൾ എടുത്തു വെച്ചത്, സത്വം പ്രിയാൻ പ്രിയ രൂപാംശ്ച കാമാൻ അഭിധ്യായൻ നചികേതോത്യസ്രാക്ഷി നൈതാം ശൃംഗാം വിത്തമയീമവാപ്തോ യസ്യാം മജ്ജന്തി ബഹവോ മനുഷ്യാഹ. യസ്യാം മജ്ജന്തി ബഹവോ മനുഷ്യാഹ, ബഹവഹ മനുഷ്യാഹ മജ്ജന്തി, അവരങ്ങനെ മുങ്ങിത്താഴുന്നു. ഏതിൽ? ഈ ധനത്തിൻ്റെ പിറകെ, അതിൻ്റെ പിറകെ ഓടി അത് എത്ര കിട്ടിയാലും മതിയാകാത്തതായി. ഇന്നലെ പറഞ്ഞുവല്ലോ, എൽ ലഭസേ നിച്ച കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. അതൊന്നും അവരെ സംബന്ധിച്ച് അവർക്ക് അത് സ്വീകാര്യമേ അല്ല. ധർമ്മശാസ്ത്രം പറയുന്നതൊന്നും അവർക്ക് സ്വീകാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ്? അന്യൻ്റെ മുതലിലേക്കാണ് നോട്ടം. അതുകൊണ്ടാണ് മാകൃത കസ്യസ്വിധനം, ആരുടേതാണ് ധനം? നമ്മൾ ഈ അടുത്ത് കേൾക്കുന്ന ഏറ്റവും വലിയ കോമഡിയാണ് അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം. ഈ അയ്യപ്പൻ്റെയാണോ സ്വർണം? നിങ്ങളെന്ത് ഈ അയ്യപ്പൻ്റെ എന്ന് പറയുന്നത്? ദേവൻ്റെ മുതൽ. ഈ ദേവൻ്റെ മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂല്യവത്തായിട്ട് കാണുന്ന ഈ നക്കാപ്പിച്ചയാണോ? നക്കാപ്പിച്ച തന്നെയാണത്. ദേവൻ്റെ മുതൽ കട്ടെടുത്തവനെ വിടൂല എന്നൊക്കെ പറയുന്നത് ദേവൻ്റെ മുതലാണെന്ന് ഈ കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതം, സമുദ്രം. ഞാനാണ് ഇതിനെ സൃഷ്ടിച്ചത്. മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഉണ്ടോ അർജുന? ഇവിടെ ഒന്നും തന്നെ ഇല്ല. എല്ലാറ്റിൻ്റെയും ഉടമ ഞാനാണ്. ഞാനാകുന്നു ഇതിൻ്റെ മാതാവ്, ഞാനാകുന്നു ഇതിൻ്റെ പിതാവ്, ഇതിൻ്റെ മുത്തശ്ശനും ഞാനാകുന്നു. അപ്പം ഈ നമ്മൾ പറയുന്ന ലൊട്ടിലൊടുക്ക് സ്വർണ്ണമാണോ? സ്വർണം മാത്രമാണോ ഈ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുതൽ എന്ന് പറയുന്നത്? ഭഗവാന്റെ മുതൽ കട്ടവൻ എന്നൊക്കെ പറയുന്നത് എവിടുന്ന് എടുത്താലും കളവ് തന്നെയാണ്. നിങ്ങൾക്ക് വിഹിതമല്ലാത്തത്, നിങ്ങൾക്ക് അവകാശപ്പെടാത്ത, അതിലെന്തെങ്കിലും കുറച്ചധികം എടുക്കുന്നുവെങ്കിൽ അത് മോഷണം തന്നെയാണ്. ഈ മഹാത്മജി നെഹ്റുവിനെ എന്താ പറയുക, ശകാരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ഈ ഗംഗയിലെ ജലമെടുത്ത് ഒരു പാത്രത്തിൽ, മുരുടയിൽ ജലമെടുത്ത് നെഹ്റു കാലുമുഖവും കഴുകിയിട്ട് ബാക്കിയുള്ളത് മറയ്ക്കുമ്പം ഗാന്ധിജി ഇതിൻ്റെ അവകാശികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗാന്ധിജി കുറച്ച് ഇതായിട്ടാണ് നെഹ്റുവിനെ ശകാര രൂപത്തിൽ എന്ന വണ്ണമാണ് ഗാന്ധിജി ഇടപെടുന്നതെന്നാണ്. കാരണം അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അതിനങ്ങനെ കളയാൻ. അപ്പോൾ പണ്ഡിറ്റ്ജി ചോദിച്ചു, ഇത് ഇഷ്ടം മാതിരി ഒഴുകുന്നുണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ച് അത് വളരെ കൂടുതലാണ്. നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ കുറച്ച് മതിയാവും. അപ്പോൾ വലിയൊരു കല്യാണ സദ്യയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും ഭക്ഷണം കണ്ടിട്ട് എന്തിനാ ഇത്രയൊക്കെ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആൾ പറയും, സഹോദര, അത് നിങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ളതല്ല, ഇവിടേക്ക് വിളിച്ചിട്ടുള്ള അനേകം ആളുകളുണ്ട്, അവരൊക്കെ വരും, നിങ്ങൾ നേരത്തെ വന്നേ ഉള്ളൂ. അപ്പോൾ ഗാന്ധിജി ആ കണക്ക് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് വളരെ പ്രേഷ്യസ് ആയിട്ടുള്ളതാണ്. അതിൽ ഓരോ തുള്ളിയും വിലമതിക്കാനാകാത്തതാണ്.
അപ്പം കസ്യസ്യുദ്ധനം, ആരുടേതാണ് ഈ ധനം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉടമ ആര്? അപ്പോൾ ഈ സ്വർണത്തിൻ്റെ കണക്ക് മാത്രം നമുക്ക് മൂല്യം എന്ന് പറയുന്നതാണോ ഈശ്വരന് മൂല്യം എന്ന് പറയുന്നത്? എടോ, തനിക്ക് മൂക്കിൻ്റെ തുഞ്ചത്ത് ശ്വസിക്കാൻ പാകത്തിന് പ്രാണനെ പ്രദാനം ചെയ്ത ആ പ്രാണനുണ്ടല്ലോ, ഓക്സിജൻ, അതിൻ്റെ വില എത്രയാണ് ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ? സ്വർണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷെ ഓക്സിജൻ ഇല്ലാതെ സാധിക്കുമോ? ജലമില്ലാതെ സാധിക്കുമോ? ഏറ്റവും മൂല്യവത്തായതെന്ന് മനുഷ്യൻ എണ്ണുന്നത് ഈ സ്വർണവും രത്നവും അതും ഇതുമൊക്കെയാണ്. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അതാണ് അല്ല, ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ. അപ്പം ദേവൻ്റെ ഇത് ഒരു തരി കട്ടവനെയും വെറുതെ വിടൂല, അതൊക്കെ നല്ലത് തന്നെ. ഒരു സംവിധാന ക്രമത്തിൽ ഇങ്ങനെയുള്ള കളവ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അനേകം ആളുകളുടെ വിശ്വാസത്തെയും കൂടെ ഹനിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ കൃത്യമായ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി ഉണ്ടാവണം. അപ്പോൾ ഹേ നചികേതസേ, നീ എന്താണ് ഈ ബഹവഹ മനുഷ്യാഹ യസ്യാം മജ്ജന്തി, ഏറ്റവും കൂടുതൽ ആളുകൾ ഏതിലാണ് ഇങ്ങനെ മുങ്ങി മുങ്ങി കളിക്കുന്നത്? അതിൽ നീ അതിനെയൊക്കെ എന്താ അത്യസ്രാക്ഷി, നീ അതിനെയൊക്കെ അങ്ങേയറ്റം വിവേകത്തോടു കൂടി അതിനെയൊക്കെ ഉപേക്ഷിച്ചു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് മഹാത്മജി എപ്പോഴും ഇങ്ങനെ ഒരു ഈ ഭഗവത്ഗീതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഗാന്ധിജി കൽക്കട്ടയിൽ നിന്ന് വന്ന് ബിർള മന്ദിറിൽ താമസിക്കുമ്പോൾ ഗാന്ധിജി പറയുന്നത്, ഞാൻ അവിടെയല്ല താമസിക്കുക, ബങ്കിങ് കോളനിയിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് അക്കാലത്ത് നമ്മൾ പറയുന്ന തോട്ടികൾ എന്ന് പറയുന്ന മലം ചുമക്കുന്ന ആളുകൾ കഴിയുന്ന കോളനിയാണ്. അവിടെ വരട്ടെ, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഉപവാസം കൽക്കട്ടയിൽ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം എഴുത്തുന്നുണ്ട്, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, അതിന് വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കാൻ ആർക്കോ എഴുത്തൊക്കെ എഴുതി ഏർപ്പാടാക്കുന്നുണ്ട്. പക്ഷെ പട്ടേൽ അദ്ദേഹത്തിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കൊണ്ടുവരുന്നത് ബിർള ഹൗസിലേക്കാണ്, ആ വെടിയേറ്റ സ്ഥലം. ആ ബങ്കിങ് കോളനിയിലായിരുന്നു അത് സംഭവിക്കില്ലായിരുന്നു, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ ബിർള ഹൗസ് എന്ന് ബിർള മന്ദിർ എന്നും പറയും. ബിർള ഹൗസ് വളരെ വലിയ ഇതാണ്. അപ്പോൾ ഗാന്ധിജിക്ക് അത് തന്നെ ഒരു വല്ലാതെ പിടിക്കാത്ത ഒന്നാണ്. അങ്ങനെ അതായത് നിങ്ങൾ ആ ഇതിൽ ഗാന്ധിജി താമസിച്ച സ്ഥലം പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ബിർള ഹൗസിലെ ഏറ്റവും ചെറിയ മുറി ഏതാണോ അതാണ് ഗാന്ധിജി തിരഞ്ഞെടുത്തത്. അതിലും ചെറുത് അവിടെ ഇല്ല, ഒരു മൂലയിൽ ഒരു മുമ്പരുടെ ചർക്കയും ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്ഥലം. അത് ഇന്ന് വളരെ മനോഹരമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം തെക്തേന ഭുഞ്ചീത, തനിക്ക് ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുക. അങ്ങനെ നീ നചികേതസേ അങ്ങനെയൊരു നിലപാട് നീ കൈക്കൊണ്ടു. അതുകൊണ്ട് ഞാൻ നിന്നെ പ്രശംസിക്കുന്നു. തുടർന്നു 4-ാമത്തെ മന്ത്രം. ദൂരമേതേ വിപരീതേ വിഷൂജി അവിദ്യായാ ച വിദ്യേതി ജ്ഞാത വിദ്യാഭീപ്സിനം നചികേതസം മന്യേ നത്വാ കാമാ ബഹവോ ലോലുപന്ത. ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യായാ ച വിദ്യേതി ജ്ഞാത വിദ്യാഭീപ്സിനം നചികേതസം മന്യേ നത്വാ കാമാ ബഹവോ ലോലുപന്ത. ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യായാ വിദ്യേതി ജ്ഞാത. അവിദ്യ യാ ജ്ഞാതാ വിദ്യ ഇതി. യാതൊന്നാണോ അവിദ്യ ഇതി
അവിദ്യ എന്ന് അറിയപ്പെടുന്നത് ജ്ഞാത, അറിയപ്പെടുന്നത്. ഇനി വിദ്യ ഇതി ജ്ഞാത, യാതൊന്നാണ് വിദ്യ എന്നറിയപ്പെടുന്നത്. എന്താണ് അവിദ്യ? പലതുണ്ട്, അതിൽ നിന്നാണ് അതിനെ എനിക്ക് സ്വന്തമാക്കണം എന്ന തോന്നലുണ്ടാകുന്നത്. ഈ അവിദ്യാമാർഗം എന്ന് പറഞ്ഞാൽ അതാണ്, പലതുണ്ട് എന്ന തോന്നലിനെയാണ് അവിദ്യാമാർഗം എന്ന് പറയുക. എന്താണ് വിദ്യാമാർഗം? പലതില്ല എന്നതാണ് വിദ്യാമാർഗം. അതാണ് അദ്വൈതം, മറ്റത് ദ്വൈതമാണ്. അപ്പോൾ അവിദ്യ ഇതി ജ്ഞാത, യാതൊന്ന് അവിദ്യ ഇതി ജ്ഞാത വിദ്യ ഇതി ജ്ഞാത, അവിദ്യയെന്നും വിദ്യയെന്നും അറിയുന്നു. ഏതേ, ഇത് രണ്ടും ദൂരേ വിപരീതേ, ഇത് അന്യോന്യം പരസ്പര വിരുദ്ധങ്ങളാണ്. ഇതൊരിക്കലും ചേരുന്നതല്ല, പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വിഷൂചി, ഇതിൻ്റെ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളാണ്, ഇതിൻ്റെ ഗുണഫലങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ളതാണ് വിഷൂചി. അതുകൊണ്ട് നചികേതസം ത്വാ, നചികേതസായിട്ടുള്ള ഈ നചികേതസ് എന്ന് പറയുമ്പോൾ തന്നെ സാത്വിക ബുദ്ധി എന്നാണ്. ആ സാത്വിക ബുദ്ധിയാർന്ന നിന്നാൽ ത്വാ, നിന്നെ വിദ്യാഭീപ്സിനം മന്യേ, വിദ്യാഭീപ്സിനം, വിദ്യ ആ ജ്ഞാനം ലഭിക്കാൻ ആഗ്രഹമുള്ളവനായി അഹം മന്യേ, ഞാൻ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ ബഹവഹ കാമാഹ, അനേകം തരത്തിലുള്ള പല പല കാമനകളും നിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ത്വാ, നീ ന അലോലുപന്ത, നീ അതിനെ ഒരു തരത്തിലും നീ ആ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടില്ല. എന്നാൽ ഈ വർത്തമാനകാലത്തിന് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള മന്ത്രം കഠോപനിഷത്ത് പറയുന്നു 5-ാമത്തെ മന്ത്രത്തിൽ. എന്താണ്? അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഃ ദന്ത്രമ്യമാണാ പര്യന്തി മൂഢാ അന്തേനൈവ നീയമാനാ യഥാന്ധാഃ. വിവേകാനന്ദ സ്വാമികൾ ഇത് കോട്ട് ചെയ്യാറുണ്ട്. വിവേകാനന്ദ സ്വാമികൾ മാത്രമല്ല, ഒരുമാതിരി എല്ലാവരും. വളരെ പ്രസിദ്ധമാണ് ഈ മന്ത്രം. എന്താണ്? അവിദ്യായാമന്തരേ വർത്തമാനാഃ, അവിദ്യായാം, അവിദ്യയിൽ, അന്തരേ, അതിൻ്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ അതിൽ, വർത്തമാന, അതിൽ വർത്തിക്കുന്ന പലതുണ്ട്. ആ പലതും എനിക്ക് ആവശ്യമുണ്ട്. ആ അപൂർണതാബോധത്തിൽ നിന്ന് അതാണ് എനിക്ക് തൃപ്തി തരുന്നത്. അതുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടും. ഏത്? ഈ ധനം. ആ ധനത്തിനെ സ്വർണത്തിൻ്റെ ഉരുപ്പിടിയൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് അത് കുട്ടികൾക്ക് ഇട്ടുകൊടുത്ത്, മരിക്കാൻ നിൽക്കുന്ന അവരുടെ കഴുത്തിലും കാതിലും ഒക്കെ ഇട്ടുകൊടുത്ത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അതാണ് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. വേറെ ആരുമല്ല. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാ? അതിലേക്ക് കണ്ണ് നട്ടിരിക്കുന്നവൻ. കശിപു അതിനെ തലയിണയാക്കി മഞ്ചലാക്കിയൊക്കെ അതിൽ വിശ്രമിക്കുന്നവൻ. ഈ രണ്ട് വിദ്വാന്മാരുടെ സന്തതി പരമ്പരകളെക്കുറിച്ച് പറയുക. അവിദ്യായാം അന്തരേ വർത്തമാനാഹ. അതിനവരെ ഇടയ്ക്ക് എന്താണ്? ഭഗവാന്റെ നാമൊക്കെ ഉപയോഗിക്കും. രാമകൃഷ്ണദേവൻ പറയുന്നത് പോലെ. രാമകൃഷ്ണദേവൻ പറയുന്ന അതിരസകരമായിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ടല്ലോ, നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണത്. ഈ വചനാമൃതം നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ പലയിടത്തും ഈ ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നത് കാണാം. ഈ കടയിലേക്ക് വരുന്ന ആളുകൾ, ഒരു തുണിക്കട, ജൗളിക്കട നടത്തുന്ന ഒരാളാണ്. അപ്പം അതിലേക്ക് ഒരാൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആദ്യം നിൽക്കുന്ന ആള് റാം 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 ജയ് ശ്രീറാം എന്ന് പറയും. അപ്പോൾ തൊട്ട അടുത്ത് ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ ജോലിക്കാരൻ പറയുന്നു. അപ്പോൾ അപ്പുറത്തവൻ ഹരിയോം ഹരിയോം ഹരിയോം.
വേറൊരുത്ത അമ്മേ ഭഗവതി ദേവി നാരായണി കാർത്യായനി മഹാമായേ. ഈ കയറുന്നവൻ അത്ഭുതപ്പെടും. ഓ, എന്തൊരു ഭക്തന്മാരാണ് ഈ കടയിൽ. കാരണം എന്താണ്? എല്ലാം ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുന്നു. അതിൻ്റെ ഓണറാണെങ്കിലും ഒരു ഓണർ അവസാനം നമശിവായ 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 പോരെ. രാമകൃഷ്ണദേവൻ പറയുന്നു ഇതെല്ലാം കോഡ് ഭാഷയാണെന്നാ. അപ്പോൾ ആദ്യം ഈ കടക്കാരൻ കയറുമ്പോൾ തന്നെ ഈ കസ്റ്റമർ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒരു മന്ത്രം ചൊല്ലിയല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഹരേ രാമ പറഞ്ഞില്ലേ? അതെന്താണ്? ഇതാ ഒരുത്തൻ നമ്മുടെ കടയിലേക്ക് കയറിയിട്ടുണ്ട്, ഞാൻ ഇവനെ ശരിയാക്കുന്നതാണ് എന്ന്. അപ്പോൾ മറ്റവൻ പറയും, അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് അതിൻ്റെ സൈന്. മറ്റവൻ പറയും, നിന്നെക്കൊണ്ട് സാധിക്കില്ലെങ്കിൽ തീർച്ചയായും ഞാനത് ഏറ്റെടുക്കും എന്നുള്ളതാണ് അടുത്ത നാമത്തിൻ്റെ താല്പര്യം. അവസാനത്തെ അതിൻ്റെ ഓണർ നമശിവായ പറഞ്ഞതോ, എടാ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഇയാളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് എൻ്റെ പെട്ടിയിലാക്കും എന്നുള്ളതാണ്, കോഡാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള കോഡുകൾ നമ്മുടെ വർത്തമാനകാലത്ത് നമുക്ക് ഒരുപാട് കാണാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ കള്ളനോട്ടടിക്കാർ, വ്യാജ നോട്ട് നിർമ്മിക്കുന്നവർക്ക് ഗാന്ധിജിയെ അവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഗാന്ധിജിയുടെ ചിത്രം അവർക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും? അങ്ങനെ വ്യാജ നോട്ടടിക്കാരൻ്റെ ഗാന്ധിയെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവോ അവന് ഗാന്ധിയോട് പ്രേമമാണ് എന്ന്? അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ദൈവതുല്യർ അത് ഇതെന്നൊക്കെ പറയുന്നത് ഈ കള്ളനോട്ടടിക്കാരൻ്റെ ഗാന്ധിയോടുള്ള പ്രേമം പോലെയാ ഇവർ ഈ സ്വാമി ശരണമൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിൻ്റെയും ഭാഗമായി അതിൻ്റെ ഫാൻസ് അസോസിയേഷനും അതിന് കൂടെ നിന്ന് ജയ് വിളിക്കാനൊന്നും പോണ്ട. നിങ്ങൾ സ്വതന്ത്രമായി ഇതിനെ അറിയുക, ഇതിന്ന് രക്ഷപ്പെടുക, അത്രയേ ഉള്ളൂ. നാളെ ഇതിൻ്റെ പേരിലൊരു നാമജപ ഘോഷയാത്രയ്ക്ക് അതിൻ്റെ ഭാഗമാക്കായി നിന്നുകൊണ്ട് ഈ ഉപനിഷത്തും പഠിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ജന്മത്ത് നിങ്ങളുടെ 7 അയലത്തേക്ക് അത് വരില്ല. ആത്മീയത ഇത്തരം സംഘടിത ശക്തികളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ അല്ല, അത് അതിനു വേണ്ടിയുള്ളതല്ല. ഒരു സംഘടനയ്ക്കും ആത്മീയതയോ നിങ്ങളുടെ ആത്മീയ ഉന്നതിയോ തരാൻ സാധ്യമല്ല. അവർക്കൊന്നും അത് സാധ്യമല്ല. അതുകൊണ്ട് അതിലൊന്നും പോയി പെടണ്ട. അപ്പോൾ അവിദ്യായാം അന്തരേ വർത്തമാനാഹ, ഇതിൽ കിടന്നിട്ടിങ്ങനെ പൊളഞ്ഞ് മതിച്ച് നിൽക്കുക. എന്നിട്ടോ സ്വയം ധീര പണ്ഡിതം മന്യമാനാഹ, ഞാൻ വലിയ പണ്ഡിതനാണ്, ധീരനാണ്, കേമനാണ്, ബുദ്ധിമാനാണ് എന്നൊക്കെ കരുതുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ കോമഡി. പണ്ഡിതം മന്യമാനാഹ, ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന മട്ടിൽ സമൂഹത്തെ ഞാൻ ആചാര സംരക്ഷകനാണ്, ഭക്തനാണ്, ജ്ഞാനിയാണ്, എനിക്കിതല്ലാതെ വേറൊന്നുമില്ല, എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും. അതെ, പണ്ഡിതം മന്യമാനാഹ, ഇങ്ങനെയുള്ള ഈ മൂടന്മാർ, ചിന്മയൻ സ്വാമികൾ പറയുന്നത് ഡോക്ടർ മൂടാഹ എന്ന, ഈ മൂടത്തരത്തിൽ ഡോക്ടറേറ്റ് എടുത്തവന്മാർ, ഈ മൂടാഹ അന്ധേന യഥാ അന്ധാഹ നിയമാന, അന്ധന്മാരെ നയിക്കുന്നത് പോലെ എന്തുണ്ടാവും? ദന്ത്രമ്യമാണ് പരിയന്തി, ഇതിങ്ങനെ എന്താ പറയുക, കറങ്ങിക്കൊണ്ടിരിക്കും.
ഇതിന് ഒരു കുഴിയിൽ നിന്ന് വീണ് അടുത്ത കുഴിയിലേക്ക്. നദ്യ കീടായുവ, ഈ നദിയിലൊഴുകുന്ന കീടം പോലെ അതിങ്ങനെ ഒരു ചുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത ചുഴിയിൽ പോയി കറങ്ങുന്നത് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനെയാണ് ദന്ദ്രമ്യമാണ പര്യന്തി മൂഢാഹ അന്തേനൈവ നീയമാന യഥാന്താഹ. കണ്ണ് കാണാത്തവൻ നയിക്കുക ആരെ? കണ്ണ് കാണാത്തവന്മാരെ. ഇങ്ങനെ ഉണ്ടാവും, അവർ പോയി കുഴിയിൽ വീഴും. അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധന്മാർ. ഇത് അക്ഷരാർത്ഥത്തിൽ ഇനി ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ ഉപനിഷത്ത് ഇങ്ങനെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ പരിഹസിക്കുകയല്ലേ, അത് ശരിയാണോ? ഒന്നല്ല. കണ്ണ് കാണുന്നവന്മാർ തന്നെ ധൃതരാഷ്ട്രന്മാർ. കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തവർ, അതാണ് ഈ അന്ധത. ഈ ഉപനിഷത്ത് പറയുന്ന അന്ധത പ്രജ്ഞാമാന്ദ്യമാണ്. അതിന് ശസ്ത്രക്രിയ നടത്തുന്നവൻ്റെ പേരാണ് ഗുരു എന്ന്. അതാണ് ഗുരുഗീതയിൽ ഗുരുവിനെ നിർവചിക്കുന്ന ഒരു 2 വരിയുള്ളത്. എന്താണ്? അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനമാകുന്ന തിമിരം, അന്ധകാരം, അറിവില്ലായ്മ, വിവരക്കേട്. ആ വിവരക്കേട് ആകുന്ന തിമിരത്തിന് ശസ്ത്രക്രിയ നടത്തുന്നവനാണ്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ. ജ്ഞാനം പകർന്നു നൽകി ഈ തിമിരത്തെ മാറ്റും. അങ്ങനെയുള്ള തസ്മൈ ശ്രീ ഗുരു, ആ ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഗുരു എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. ഗുകാരോരന്ധകാരശ്ച രുകാരോ തത് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേ. ഗുകാരം അജ്ഞാനത്തെ, അന്ധകാരത്തെ, അവിദ്യയെ പ്രതിനിധാനം ചെയ്യുന്നു. രുകാരം അതിനെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയ. അപ്പോൾ അന്ധകാര നിവർത്തിത്വാത്, അന്ധകാരത്തെ നിവർത്തിക്കുന്നത് കൊണ്ട് ഗുരുഹു ഇതി അഭിധീയതേ, ഗുരു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവിദ്യയിൽ രമിക്കുന്നു ആര്? ഈ മൂഢന്മാർ. തുടർന്ന് നത്സാംബരായ പ്രതിഭാതിബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം അയം ലോകോ നാസ്തി പര ഇതി മാനീ പുനഃ പുനർവശമാപദ്യതേ മേ. രസമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ശ്ലോകമല്ല, മന്ത്രം, എല്ലാ മന്ത്രങ്ങളും. നത്സാംബരായ പ്രതിഭാതിബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം അയം ലോകോ നാസ്തി പര ഇതി മാനീ പുനഃ പുനർവശമാപദ്യതേ മേ. പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം. പ്രമാദ്യന്തം തെറ്റുപറ്റുന്നവർ, അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തെറ്റുപറ്റുന്നവർ. വിത്തമോഹേന, നോക്കൂ, ധനമോഹത്താൽ. എങ്ങനെയാണ് ഈ തെറ്റ് പറ്റുന്നത്? ധനമോഹത്താൽ. ഏറ്റവും ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവരാ. ആ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവർക്ക് തെറ്റുപറ്റുന്നത് ഏത് വഴിയാ? ധനമോഹം കൊണ്ട്. ഏത് പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ, അത് തന്ത്രി എന്നല്ല, മന്ത്രി എന്നല്ല, അത് ചീഫ് ജസ്റ്റിസ് മുതൽ ഇവരൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്യുമ്പോഴോ കണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ അതൊക്കെ നടക്കുന്നുണ്ടല്ലോ, ലോകത്തിലുണ്ട്. ഈ ധനമോഹം കാരണം ഉത്തരവാദിത്വ ആ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്നവർ അതിൽ നിന്ന് പതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആണ് ഉപനിഷത്ത് പറയുന്നത്. പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം. ആ വിത്തമോഹേന, വിത്തം ഹേതുവായി ധനമോഹം കൊണ്ട് ആ അവിവേകത്തിൽ നിന്ന് മൂഢനും വെളിവില്ലാത്തവനുമായിട്ടുള്ള അവനെ ബാലം എന്നാ പറയുന്നത്. ഒരു കുട്ടിയാണ്. ശരീരമൊക്കെ 50, 60, 70 വയസ്സുണ്ട്. പക്ഷേ അവസ്ഥ ഇതാണ്, ബാലം. കുട്ടിയൊക്കെ അറിയില്ലല്ലോ എന്ന പോലെ. വലിയ കഠിനമായ വാക്കൊന്നും ഉപനിഷത്ത് പ്രയോഗിച്ചിട്ടില്ല. മൂഢം ബാലം എന്നാ പറഞ്ഞു. മൂഢനായ ഒരു കുട്ടി.
ആ അറിവില്ലാത്തവൻ സാമ്പരായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിയായ സത്യാന്വേഷണത്തിലൂടെ എത്തിച്ചേരേണ്ടുന്നതായിട്ടുള്ള മാർഗത്തെ തിരഞ്ഞെടുക്കാത്ത, ആ മാർഗത്തെ തിരഞ്ഞെടുക്കാത്ത ന പ്രതിഭാതി, ആ മാർഗം അവൻ എന്താവുന്നില്ല, അവൻ്റെ മുന്നിൽ അത് പ്രകാശിക്കുന്നില്ല, പ്രകടമാകുന്നില്ല, അവനത് മനസ്സിലാവുന്നില്ല. അത് നീയാകുന്നു എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി. അതെല്ലാവർക്കും ബാധകം. ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. അതാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ആ സാമ്പരായ ന പ്രതിഭാതി, ആ സത്യത്തിൻ്റെ പന്ഥാവ് അവൻ്റെ മുന്നിൽ അടയ്ക്കപ്പെടുന്നു. മലർക്കെ തുറന്നിരിക്കുകയാണെങ്കിലും അവനത് കാണുന്നില്ല. അവൻ ഈ കുഴിയാണ്, ഈ കുഴിയിലേക്കാണ്, ദുർഘടമായിട്ടുള്ള ഈ കുഴിയിലേക്കാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് അയം ലോകഃ, ഇതാണ് ലോകം. പര ന അസ്തി, ഇതല്ലാതെ മറ്റൊരു ലോകം, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ ഒരു ലോകം അവനെ സംബന്ധിച്ച് അവനില്ല. ആ മാനി അവൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവൻ പുനഃ മേ വശം ആബദ്ധ്യതേ, അവൻ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതാണ് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം, ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഇങ്ങനെ ഇവൻ കറങ്ങുകയാണ്. ഓരോ ജന്മത്തിലും ഇവൻ ഈ ആർത്തി പൂണ്ട് ഭ്രാന്തനായെ പോലെ ഇതിൻ്റെ പിറകിലൂടെ ഇങ്ങനെ ഓടി നടക്കുക. സ്വാമിജി എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, നിങ്ങൾ നാരായണനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ നാരായണൻ്റെ തൊട്ടടുത്ത് കൂടെ ഉണ്ടാവും ലക്ഷ്മി. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനം. അപ്പോൾ നിങ്ങൾ ലക്ഷ്മിയെ ഉപാസിക്കാൻ പോയി കഴിഞ്ഞാൽ നാരായണനും ഉണ്ടാവില്ല അവിടെ. നാരായണനില്ലാതെ ലക്ഷ്മിക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ നാരായണൻ ഉപാസിച്ചാൽ ലക്ഷ്മി ഉണ്ടാവും. അതുകൊണ്ടാണ് ലക്ഷ്മി ഒരു സ്ഥലത്ത് ഇരിക്കില്ല എന്ന് പറയുന്നത്. നാരായണൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല വഴി എന്താണ്? നാരായണനെ ഉപാസിക്കലാണ്. ഏത് നാരായണനെ? പ്രപഞ്ചേശ്വരനെ, സത്യത്തെ, ധർമ്മത്തെ. തുടർന്ന് ഭഗവത്ഗീതയിൽ വരുന്ന സമാനമായ ഒരു ശ്ലോകം പറയും. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. നചികേതസിനെ ഒന്ന് ഉഷാറാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് യമൻ ഇത് പറയുന്നത്. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. ശ്രവണായാപി ബഹുഭിഃ യഃ ന ലഭ്യഃ. യാതൊന്ന് ഒരുപാട് ഇങ്ങനെ എന്താണ് ബഹുബി അനേകം ആളുകളാൽ ശ്രവണായ അഭി കേൾക്കുന്നതിന് പോലും ന ലഭ്യ ലഭ്യമല്ല. ഉപനിഷത്തൊക്കെ കേൾക്കാൻ തന്നെ ഒരു യോഗം വേണം. കാരണം അവർക്ക് സാധിക്കില്ല. അതാണ് അങ്ങനെ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. എന്നാൽ വേറെ ഒരു ഗുണവും 10 പൈസയുടെ ഗുണമില്ലാത്ത അലവലാതിത്തരം ഇങ്ങനെ വളവള പറയുന്ന നുണ കുശിമ്പ്, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നതൊക്കെ അതിനൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്,
സഹസ്രാണാം മനുഷ്യേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ കശ്ചിത് ഒന്നോ രണ്ടോ ആളുകളാണ് ഇതിന് ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്നവരിൽ എന്നെ അറിയുന്നത് ഒരുത്തനാണ്. അതുകൊണ്ട് ശ്രവണായാപി ബഹുഭിഹി യഹ ന ലഭ്യഃ. കേൾക്കാൻ തന്നെ ഇത് ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്, എല്ലാവർക്കും സാധ്യവും അല്ല. അതുപോലെ ശൃണ്വന്തഃ അപി, ഇനി കേട്ടാൽ തന്നെ യം യാതൊന്നിനെ ന വിദ്യ, മനസ്സിലാവുന്നുമില്ല. എന്താ ഇപ്പം പറയണത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് ഇതിൻ്റെ ലക്ഷണം. അതുകൊണ്ട് അസ്യ വക്ത, ഇത് പറയുന്നവർ തന്നെ, ഇത് പറയാൻ ആളുണ്ടാകുക എന്നത്, അസ്യ വക്ത, ഇതിൻ്റെ ഉപദേഷ്ടാവ്, വക്താവ്, ആശ്ചര്യ, അതൊരാശ്ചര്യമാണ്. ഇനി അസ്യ ലബ്ധ, ഇത് ലഭിക്കുന്നവനെ സംബന്ധിച്ചോ അവനും ആശ്ചര്യമാണ്. കുശലഹ, അവൻ അങ്ങേയറ്റം തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ്. കുശലാനുശിഷ്ട, അവൻ എന്താണ്, അനുശാസിക്കപ്പെട്ട ഒരു ഗുരുവിൻ്റെ ശിഷ്യനും കൂടിയാകുന്നു. ജ്ഞാത, ആ അറിഞ്ഞ ആത്മാവിനെ അറിയുന്നവൻ. ആശ്ചര്യ, ആശ്ചര്യമാകുന്നു. ഗീതയിൽ പറയും, ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേതം വേദ ന ചൈവ കശ്ചിത്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ് ഗീതയിലത്. ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.